നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. മതവും ജാതിയും നോക്കി വിരട്ടാൻ നോക്കേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഷാഫി പറമ്പിലിനെതിരായ പരാമർശം കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. KN കുട്ടമണിയെ കളിമൺ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. വാർത്തകൾ വിശദമായി. മതവും ജാതിയും നോക്കി വിരട്ടാൻ നോക്കേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മതവും ജാതിയും നോക്കി വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ വിരട്ടാൻ നോക്കണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. എയ്ഡഡ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി നിയമനത്തിൽ സമര പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ കാലത്തും LDF-ന് വിരുദ്ധമായി എക്കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് സമരവുമായി വന്നിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രീയപരമായി ഈ പ്രശ്നത്തിനെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലൊന്നും ഈ സർക്കാർ കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ലെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. അങ്ങനെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ മാനേജ്മെന്റുകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു. ലഭ്യമായ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാവും. വർഷങ്ങളോളം നടപടി സ്വീകരിക്കാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് വസ്തുതകൾ മറച്ചുവെക്കാനാണ്. സർക്കാർ നടപടിച്ചട്ടങ്ങൾ പാലിച്ചാണെന്നും വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകാനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കുന്നത് മാനേജ്മെന്റുകളാണ്. ആ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടത് മാനേജ്മെന്റുകൾ തന്നെയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കുമ്പോൾ തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചു. മാധ്യമങ്ങൾ വല്ലാതെ ക്രൂശിച്ചെന്നും മാധ്യമങ്ങളുമായി ഒന്നും പങ്കുവയ്ക്കാൻ താല്പര്യമില്ലെന്നും കോടതി തന്നെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശിക്ഷിച്ചിട്ടില്ലെന്നും ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരത്തെ വീട്ടിൽ മടങ്ങിയെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കി. ഷാഫി പറമ്പിലിനെതിരായ പരാമർശം കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. ഷാഫി പറമ്പിൽ MPക്കെതിരെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശത്തിൽ കേസെടുക്കാനാവില്ലെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. നേരിട്ടുള്ള പരാതിയല്ലാത്തതിനാൽ ഭാരതീയ ന്യായ സംഹിത 356 പ്രകാരമുള്ള അപകീർത്തി വകുപ്പിൽ കേസെടുക്കാനാവില്ലെന്നാണ് നോർത്ത് CI പാലക്കാട് ASPക്ക് റിപ്പോർട്ട് നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ മടങ്ങിയെത്തിയതുമായി ബന്ധപ്പെട്ടാണ് CPIM ജില്ലാ സെക്രട്ടറിയുടെ പരാമർശമുണ്ടായത്. ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളാണ് പോലീസിൽ പരാതിപ്പെട്ടത്. സുരേഷ് ബാബുവിനെ ഭയന്നാണ് കേസെടുക്കാത്തതെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നുമാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. പരാതിയുമായി കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. KN കുട്ടമണിയെ കളിമൺ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. ഉൽപാദകരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കളിമൺ കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടുമണിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി. വളാഞ്ചേരി നഗരസഭയിൽ വിതരണം ചെയ്യാനുള്ള 3642 ചെടിച്ചട്ടികൾക്ക് ഓർഡർ നൽകാൻ കുട്ടമണി ചെയർമാനായ കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ മുഖേനയാണ് ടെൻഡർ വിളിച്ചിരുന്നത്. ഉൽപാദകനോട് ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ നിരക്കിൽ കുട്ടമണി കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യം 25,000 രൂപ ആവശ്യപ്പെട്ട് പിന്നീട് 10,000 രൂപയിൽ കൈക്കൂലി ഉറപ്പിക്കുകയായിരുന്നു. ഉൽപാദകൻ ഈ വിവരം വിജിലൻസിനെ അറിയിച്ചു. വിജിലൻസ് നൽകിയ പണം കൈപ്പറ്റുന്നതിനിടെ കുട്ടമണി പിടിക്കപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് മന്ത്രി OR കേളുവിന്റെ നിർദ്ദേശപ്രകാരം കുട്ടമണിയെ കളിമൺ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നാളെ മുതൽ. അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നാളെ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇന്നലെ മുതൽ അമേരിക്കയിൽ സർക്കാർ സേവനങ്ങൾ ഭാഗികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതിർത്തി സുരക്ഷ, വ്യോമയാനം, ഗതാഗതം, ആരോഗ്യമേഖല എന്നിവ ഒഴികെയുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശമ്പളം നൽകാൻ പണമില്ലാതായതോടെ സുമാർ 7.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരാണ് നിർബന്ധിത അവധിയിലുള്ളത്. അവശ്യ സേവന മേഖലകളിലുള്ളവർ ശമ്പളമില്ലാതെയാണ് ജോലി ചെയ്യുന്നത്. ഗാന്ധി ജയന്തി DCC സമുചിതം ആഘോഷിച്ചു. ഗാന്ധി ജയന്തി പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ സമുചിതം ആഘോഷിച്ചു. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും മധുരപലഹാര വിതരണവും നടന്നു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, മണ്ഡലം പ്രസിഡന്റുമാർ, നഗരസഭാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. KP മോഹനൻ MLA തടഞ്ഞു. 25ഓളം പേർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു. കൂത്തുപറമ്പ് നിയമസഭാംഗം KP മോഹനെ തടഞ്ഞ സംഭവത്തിൽ 25ഓളം പേർക്കെതിരെ സ്വമേധയാ പോലീസ് കേസെടുത്തു. ചൊക്ലി പെരിങ്ങണത്തൂർ കരിയാടിൽ വെച്ചാണ് സ്ത്രീകൾ അടങ്ങിയ ഒരു സംഘം അംഗൻവാടി ഉദ്ഘാടനത്തിനെത്തിയ MLA തടഞ്ഞത്. മാലിന്യ വിഷയം ഉന്നയിച്ച് പ്ലക്കാർഡുകളുമായി പ്രതിഷേധിച്ചവരാണ് തടഞ്ഞത്. വഴിയിൽ കൂടി നിന്ന പ്രതിഷേധക്കാരുടെ ഇടയിലൂടെ അംഗൻവാടി ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിലേക്ക് പോകുമ്പോഴാണ് തടയലുണ്ടായത്. സംഭവത്തിൽ പരാതി പോകാൻ താല്പര്യമില്ലെന്നാണ് MLA അറിയിച്ചിരുന്നത്. അമ്മ തൊട്ടിലിൽ ഈ വർഷം
ഇതേവരെ ലഭിച്ചത് 23 കുഞ്ഞുങ്ങൾ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അമ്മ തൊട്ടിലുകളിൽ ഈ വർഷം ഇതേവരെ 23 കുഞ്ഞുങ്ങളെയാണ് പരിചരണത്തിന് ലഭിച്ചതെന്ന് സെക്രട്ടറി അരുൺ ഗോപി അറിയിച്ചു. 16 കുട്ടികൾ തിരുവനന്തപുരത്തും 5 കുട്ടികൾ ആലപ്പുഴയിലും 1 കുട്ടി വീതം തൃശൂരും കോഴിക്കോടുമുള്ള അമ്മ തൊട്ടിലുകളിൽ ലഭിച്ചു. 23-ൽ 14 പേർ പെൺകുട്ടികളും 9 ആൺകുട്ടികളുമാണ്. കഴിഞ്ഞ ഒരൊറ്റ ദിവസം മാത്രം 3 പെൺകുട്ടികളെയാണ് ലഭിച്ചതെന്ന് അരുൺ ഗോപി അറിയിച്ചു. 2 കുട്ടികൾ തിരുവനന്തപുരത്തും 1 കുട്ടി ആലപ്പുഴയിലുമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ചത്. രാത്രി 8:35 പുലർച്ചെ 3:34 യഥാക്രമം 6 ദിവസവും 2 ആഴ്ചയും പ്രായം കണക്കാക്കുന്ന കുട്ടികളെ തിരുവനന്തപുരത്ത് ലഭിച്ചത്. ഇവർക്ക് അഹിംസ, അക്ഷര എന്നിങ്ങനെ പേര് നൽകി. രാത്രി 12:30 ആലപ്പുഴയിൽ 20 ദിവസം പ്രായമായ കുട്ടിയെ ലഭിച്ചതെന്നും ഈ കുട്ടിക്ക് വീണ എന്ന് പേരിട്ടതായും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അറിയിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. തൃശൂരിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം. തൃശൂർ ചാവക്കാട് പോലീസുകാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ SI അടക്കം 2 പോലീസുകാർക്ക് പരിക്കേറ്റു. SI ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ മണത്തല ബേബി റോഡിൽ വെച്ചാണ് ചാവക്കാട് സ്വദേശി നിസാർ എന്നയാൾ ഇവരെ ആക്രമിച്ചത്. നിസാറും സഹോദരനും തമ്മിലുണ്ടായ വാക്തർക്കത്തെ തുടർന്നുണ്ടായ പ്രശ്നം അറിഞ്ഞെത്തിയപ്പോഴാണ് നിസാർ ഇവരെ ആക്രമിച്ചത്. SIക്ക് കൈക്ക് കുത്തേറ്റു. അരുണിന് ഇരുമ്പ് വടി കൊണ്ട് മർദ്ദനമേൽക്കുകയാണ് ഉണ്ടായത്. ഹരികൃഷ്ണൻ, അനീഷ് എന്നീ CPOമാർക്ക് നേരെയും അക്രമമുണ്ടായി. വധശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി നിസാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. വന്യജീവി വാരാഘോഷം, വൃക്ഷത്തൈകൾ നട്ടു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടു. പാലക്കാട് ഒലവക്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജെറിൻ ആന്റണി KG, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ മോഹനചന്ദ്രൻ V, K മോഹൻദാസ്, പുനർജനി സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ സന്നിഹിതരായി. യുവാവിന്റെ മരണം കൊലപാതകം, അളിയൻ അറസ്റ്റിൽ. ഇടുക്കി ഉടമ്പൻചോലയിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. അളിയൻ അറസ്റ്റിൽ. കാര്യത്തോട് സ്വദേശി 30-കാരനായ സോൾരാജിന്റെ മരണമാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത്. വീടിനുള്ളിൽ കഴുത്തറുത്ത് ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ് തിങ്കളാഴ്ച രാവിലെ സോൾരാജിനെ മരിച്ച നിലയിൽ കണ്ടത്. നാഗരാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. മാതാപിതാക്കളെ സോൾരാജ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതും മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കിയതുമാണ് കൊലപാതകത്തിന് പ്രേരകമായതെന്നാണ് വിവരം. അയനം ഹ്രസ്വചിത്രം റിലീസ് പാലക്കാട് നടന്നു. അയനം ഹ്രസ്വചിത്രം റിലീസ് ചെയ്തു. ചലച്ചിത്രാഭിനയ മോഹവുമായി നടക്കുന്ന യുവതി യുവാക്കളുടെ കൂട്ടായ്മയായ ഒരുമ ക്രിയേഷൻസിന്റെ ബാനറിൽ അശോകൻ രാജീവും തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രമായ അയനം ആദ്യ പ്രദർശനം പാലക്കാട് നടന്നു. KGOA ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V രവീന്ദ്രൻ അധ്യക്ഷനായി. സ്വരലയ ജനറൽ സെക്രട്ടറി TR അജയൻ വിശിഷ്ടാതിഥിയായി. KGOA ജില്ലാ സെക്രട്ടറി നവനീത് കൃഷ്ണൻ S, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി R ശാന്തകുമാരൻ, നാടക് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ദേവി പ്രസാദ്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് SC/ST ഡെവലപ്മെന്റ് ഓഫീസർ K സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. നക്സലൈറ്റ് ആക്രമണത്തിൽ മരിച്ച CRPF ജവാൻ അബ്ദുൾ ഹക്കീമിന്റെ സ്മരണാർത്ഥം പാലക്കാട് ഒലവക്കോട് ധോണി ഉമ്മിണി ഹൈസ്കൂളിൽ CRPF പാലക്കാട് സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ലൈബ്രറി CRPF റിട്ടയർഡ് IGP T ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. K പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സുജാത, SMC ചെയർപേഴ്സൺ ജയകൃഷ്ണൻ, വാർഡ് മെമ്പർ മോഹനൻ, വാർഡ് മെമ്പർ റസീമ, ഹോക്കി അക്കാദമി കോച്ച് അഫ്സൽ അഹമ്മദ്, രവീന്ദ്രൻ, G കിരൺ കുമാർ, പ്രേംജിത്ത്, മുകേഷ്,
സതീഷ് കുമാർ, വിപിൻ, ദിനേശ്, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതവും ജാതിയും നോക്കി വിരട്ടാൻ നോക്കേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഷാഫി പറമ്പിലിനെതിരായ പരാമർശം കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. KN കുട്ടമണിയെ കളിമൺ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.